ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന തിരുവചനം പൂർത്തിയാവുകയാണ് തിരുപ്പിറവിയിൽ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ഏറ്റവും സന്തോഷകരമായ സദ്വാർത്ത ആഴത്തിൽ അടുത്ത് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. നാം ദൈവത്തോടൊപ്പമാണോ എന്ന ചോദ്യമാണ് ഇതിൻ്റെ മറുവശത്തുള്ളത്. നമുക്ക് ആത്മാർത്ഥമായി ചോദിക്കാം, എൻ്റെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ദൈവത്തോടൊപ്പമാണോ? അങ്ങനെ ഇമ്മാനുവേൽ പ്രവചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകുന്നുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന. സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല എന്നുള്ള തിരുവചനം ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇന്നും കർത്താവിന് ഇടം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിന് ഇടം കൊടുത്താൽ കർത്താവിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കിക്കണ്ട് വേദനിക്കുന്നവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, അവഗണിക്കപ്പെട്ടവർക്ക് ഇടം കൊടുക്കാൻ എനിക്ക് കഴിയണം എന്നുകൂടി വ്യക്തമായ സൂചനയുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ, കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇടം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാൻ കഴിയട്ടെ. മനോഹരമായ, അനുഗ്രഹീതമായ, അർത്ഥപൂർണമായ ഒരു തിരുപ്പിറവി അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റും. പിറവി തിരുനാളിൻ്റെയും ആഗതമാകുന്ന പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടു കൂടി നേരുന്നു. ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കും.